NHS ഫെഡറേഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗവൺമെൻറ്റിന്. ഇങ്ങനെയൊരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും NHS തളർന്നു പോകും, തകരും എന്നുള്ളതാണ്. ഓൾറെഡി 2024 ജൂലൈയിൽ അധികാരത്തിലെത്തിയ സമയത്ത് തന്നെ ആദ്യം കെയർ സ്റ്റാമർ പറഞ്ഞ എന്താണ്, NHS തകർന്നു കിടക്കുകയാണ്, NHSനെ കൈപിടിച്ച് ഉയർത്തി എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ് എന്നുള്ളതാണ്. പക്ഷേ യാതൊരു രീതി അതിനുള്ള NHS 10-year പ്ലാൻ എല്ലാം പ്രഖ്യാപിച്ചെങ്കിൽ കൂടി റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പിൽ തന്നെയാണ്. റിക്രൂട്ട്മെൻറ്റ് പുനരാരംഭിക്കാത്തതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് ഇപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ നഴ്സായിട്ട് UK ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പ്രശ്നത്തിൽപ്പെട്ട് കിടക്കുന്നത്. കടം വാങ്ങിച്ചും ആ രീതിയിലൊക്കെ അവർ IELTS MOET ഒക്കെ പഠിച്ച് കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ UK ആവട്ടെ ഈ പറഞ്ഞ പോലെ വേക്കൻസി ഇഷ്ടംമാതിരി ഉണ്ട് താനും, ഷോർട്ടേജ് അവിടെ ഉണ്ട് താനും. പക്ഷേ പകരം ആൾക്കാരെ എടുക്കാത്ത ഒരു സിറ്റുവേഷനും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ടൈറ്റ് ആയിട്ടുള്ള ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഇപ്പോൾ UK കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 10 വർഷത്തെ സെറ്റിൽമെൻറ്റ് നിയമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് നയമാറ്റങ്ങൾ വന്നതോടുകൂടി ഇവിടുത്തെ തൊഴിൽ സുരക്ഷയെക്കുറിച്ച് ആകുലരായി തുടങ്ങി നഴ്സുമാരടക്കം. സത്യം പറഞ്ഞാൽ UK ഏറ്റവും കൂടുതൽ തൊഴിൽ സുരക്ഷയുള്ളത് നഴ്സുമാർക്കാണെന്ന് ഞാൻ പറയുള്ളൂ, എൻ്റെ ഒരു അനുഭവം കൊണ്ട്. അപ്പോൾ നഴ്സുമാരടക്കം തങ്ങൾ തൊഴിൽ സുരക്ഷയെക്കുറിച്ച് ആകുലത പ്രകടിപ്പിച്ചു തുടങ്ങി. കാരണം ഇനി ഇവിടെ തുടർന്നാൽ ചില പ്രശ്നമുണ്ടാകുമോ, ഈ പറഞ്ഞ പോലെ ILR ലഭിക്കാത്ത സിറ്റുവേഷൻ വരുമോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ അവർ കാനഡ, ഓസ്ട്രേലിയ പോലുള്ള മറ്റു രാജ്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് തുടങ്ങി എന്നുള്ളതാണ്.